ഇറാനെതിരെയുള്ള ആക്രമണം 3 ആഴ്ച കൂടി നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ. ആഗോള എണ്ണ വിപണിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരെ നേരിട്ടുള്ള യുദ്ധത്തിൽ പങ്കുചേരില്ലെന്ന് ബ്രിട്ടനും പറയുന്നു. ഇസ്രായേൽ, അമേരിക്ക സംയുക്ത സേന ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ 3-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സംഘർഷത്തിന് അയവില്ല. ഇറാനിലെ എണ്ണക്കയറ്റുമതിയുടെ കേന്ദ്രമായ ഖാർദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ BBC പുറത്തുവിട്ടു. ഇറാനിൽ വ്യാപകമായ വ്യോമാക്രമണം തുടരുന്നതിനൊപ്പം തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാനെതിരായ യുദ്ധത്തിൽ ബ്രിട്ടൻ നേരിട്ട് പങ്കുചേരില്ലെന്ന് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാർമർ വ്യക്തമാക്കി. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് ഉടലെടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കടലിടുക്കിലെ സുരക്ഷയ്ക്കായി സഖ്യകക്ഷികൾ സൈനിക പിന്തുണ നൽകണമെന്നും അല്ലാത്തപക്ഷം അത് നാറ്റോയുടെ ഭാവിക്ക് ദോഷകരമാകുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിന് മറുപടിയായി മെഡിറ്ററേനിയൻ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയതായി നാറ്റോ അറിയിച്ചു. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണമുണ്ടായതിന് പിന്നാലെ വിമാനത്താവളം അടക്കുകയും പിന്നീട് ഭാഗികമായി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. അബുദാബിയിൽ മിസൈൽ പതിച്ച് പലസ്തീൻ സ്വദേശി മരിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇതുവരെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 4335 വിമാനങ്ങളും വിദേശ കമ്പനികളുടെ 1187 വിമാനങ്ങളും റദ്ദാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംഘർഷത്തിനിടെ മറ്റൊരു കപ്പൽ കൂടി മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ജഗ് ലാഡ്കിയാണ് എണ്ണ നിറച്ച ശേഷം പുറപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.